നമസ്തേ, ഞാൻ ശിവറാം ബാബുകുമാർ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. അവിട്ടം നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. അവിട്ടം നക്ഷത്രത്തിൻ്റെ 2025 ഫലങ്ങളെ പറ്റിയാണ് നമ്മൾ വിലയിരുത്തുന്നത്. കൂടാതെ ഇന്ന് പറയുന്നതിനകത്ത് നല്ല മാസങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഒരു വർഷത്തിനകത്ത് ചെയ്യാവുന്ന സൂര്യൻ്റെ മൂവ്മെൻറ്റ് വെച്ചിട്ട്, കൂടാതെ സജഷൻ പറയുന്നുണ്ട്, ലാൽ കിതാബ് പരിഹാരങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും അപ്പോൾ അവസാനം വരെ ശ്രദ്ധിച്ച് ഇരിക്കാൻ കേൾക്കുന്നതിന് ഞാൻ താല്പര്യപ്പെടുന്നു. നമുക്കറിയാം, നമ്മുടെ ബ്രിട്ടീഷ് രാജകുമാരിയായിരുന്ന പ്രിൻസ് ഡയാന, പിന്നെ ഹോളിവുഡിലെ അമേരിക്കൻ ആക്ട്രസ് 50കളിലും 60കളിലും നമ്മളെയൊക്കെ ത്രസിപ്പിച്ച മർലിൻ മൺറോ എന്ന് പറയുന്ന നടി, ഇവരൊക്കെ ജനിച്ചത് അവിട്ടത്തിലാണ്. അവിട്ടത്തിൻ്റെ മീനിങ് ധനിഷ്ഠ എന്നാണ് അതിൻ്റെ സംസ്കൃത വാക്ക്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് പ്രസിദ്ധിയാർജിച്ചതെന്നാണ്. അവിട്ടം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ പ്രസിദ്ധി ആർജിക്കുമെന്ന് മാത്രമല്ല, അവരുടെ ആ കുടുംബത്തിനകത്ത് അല്ലെങ്കിൽ ആ സമൂഹത്തിനകത്ത് അവർ പ്രസിദ്ധി ആർജിക്കുന്നവരാണ് എന്നാണ് കൂടുതൽ ആൾക്കാർ. ശുഭമുഹൂർത്തങ്ങൾക്ക് കൊടുക്കുന്ന ഊൺ നക്ഷത്രമാണ് അവിട്ടം. അസുരഗണത്തിൽപ്പെടുന്ന നക്ഷത്രമാണ്. ഇതിൻ്റെ നക്ഷത്രം പക്ഷിയെ കൂടുതൽ. പക്ഷി എന്ന് പറഞ്ഞാൽ മയിലാണ്. നല്ല സൗന്ദര്യമുള്ള പക്ഷിയായ മയിലാണ് എൻ്റെ ഇത്. അപ്പോൾ എന്തെല്ലാം നമുക്ക് പറയാൻ പറ്റും. അസുരഗണത്തിൽപ്പെടുന്ന സ്ത്രീനാൾ. അവിട്ടത്തിൻ്റെ നാഥൻ എന്ന് പറയുന്നത് സൗന്ദര്യത്തിൻ്റെയും സാഹസത്തിൻ്റെയും ചുറുചുറുക്കിൻ്റെയും പ്രതികാരത്തിൻ്റെയും ലൈംഗികതയുടെയും കാരകനായ ചൊവ്വയാണ്. ചൊവ്വയെപ്പറ്റി നമുക്ക് കേട്ടിട്ടുണ്ട്. നല്ല എപ്പോഴും നല്ല വൈബ്രൻ്റായി നിൽക്കുന്ന ചൊവ്വയാണ് എൻ്റെ ആൾ. കൂടാതെ രാശിനാഥൻ നിൽക്കുന്നത് 2 രാശിയിലാണ്. മകരത്തിലും രണ്ടിൻ്റെ കുംഭത്തിലുമായിട്ടാണ് നിൽക്കുന്നത്. 2ൻ്റെയും നാഥൻ എന്ന് പറയുന്നത് ശനിയാണ്. ശനിയുടെ നമുക്കറിയാം, കടലിൻ്റെ ബന്ധത്തിൻ്റെ ചെറിയ വിഷാദവും ഉണ്ടാവും. വിഷാദത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും രോഗങ്ങളുടെയും സ്ഥിരതയെയും കഠിനമായ അധ്വാനത്തെയും ആത്മീയത്തെയും പ്രകൃതി സ്നേഹത്തെയും സൂചിപ്പിക്കുന്നതാണ് ശനി. അപ്പോൾ ഈ 2 ക്വാളിറ്റീസും ഇവർക്കുണ്ട്. ഇവർക്ക് ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ മുൻകോപം ഉണ്ടാവും. പിന്നെ ലക്ഷ്യത്തിലെത്താൻ കഴിയുമെന്നുള്ള സംശയം കൂടെ ഇവരെ പുറകോട്ട് ഇരിക്കും. കാര്യങ്ങൾ നടക്കുമോ, ഇവർക്ക് ഒരു അലട്ടൽ, അതിനൊരു വിഷമം കാണിക്കുന്നുണ്ട്. ഇവരെപ്പറ്റി നമുക്ക് കുറച്ചുകൂടെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ, ധനസമ്പാദനത്തിന് വേണ്ടി കുശാഗ്ര ബുദ്ധിയോടെ പ്രവർത്തിക്കുന്നതാണ് പറയുന്നത്. വളരെ അവരുടെ ഒരു ആഗ്രഹം അതാണ്, സ്റ്റെബിലിറ്റി വേണമെന്നുള്ളതാണ്. ആരോഗ്യവാന്മാരായിരിക്കെങ്കിലും സ്വന്തം ആരോഗ്യ പരിപാലനത്തിൽ ആരോഗ്യവാന്മാരാണ്. ഇതിൽ ആരോഗ്യം സ്വയം നോക്കാനോ ടെസ്റ്റ് ചെയ്യാനോ അതിന് പോകാറില്ല. അതിന് ചെറിയ മടിയുള്ള ആൾക്കാർ. പൊതുവെ പിശുക്കന്മാരുമായിരിക്കും ചെറിയ തോതിൽ. അത് അവരെ പറ്റി പറയുന്നുണ്ട്. സ്വതന്ത്ര പ്രകൃതമാണ്. തന്നെ വേറെ ആരും പറയുന്നു അത് ശ്രദ്ധിക്കില്ല. പ്രവർത്തന സാമർഥ്യമുണ്ട്. സ്വന്തം കുടുംബത്തോടും മതത്തോടും താല്പര്യം കാണിക്കും. സ്വാർത്ഥത, വിധേയമില്ലായ്മ, സ്വന്തം കഴിവിലുള്ള വിശ്വാസം, രഹസ്യം സൂക്ഷിക്കാനുള്ള കഴിവ് എന്നിവ അവരുടെ പ്രധാനമാണ്. രഹസ്യമൊക്കെ ഇവരോട് പറയുക കറക്റ്റായിട്ട് സൂക്ഷിക്കും. പക്ഷേ സ്വാർത്ഥരാണ് വേറെ കാര്യം. കുടുംബത്തിൻ്റെ ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന നല്ല താല്പര്യമുള്ള ആൾക്കാരാണ്. പിന്നെ ഇവർക്ക് വേറൊരു പ്രതികാര ബുദ്ധിയുണ്ട്. അവരോട് പണിയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇവർ അതിനെയൊക്കെ ഇട്ട് പ്രതികാരത്തിന് ഉള്ള സംഭവങ്ങൾ പ്രതികാരം ചെയ്യാൻ എനിക്ക് എൻ്റെ പറയാനുണ്ടാവും എന്നൊക്കെ പറയും. കുടുംബസ്നേഹികൾ സമൂഹ നന്മ ആഗ്രഹിക്കുന്നവരും ശാസ്ത്രം, ഗവേഷണം, കൃഷി, ചരിത്രം എന്നിവയിൽ അതീവ താല്പര്യം കാണിക്കുന്നവരുമാണ്. ആത്മാഭിമാനം അടിയറ വയ്ക്കാനും ആരെയും ആശ്രയിച്ച് ജീവിക്കാനും ഒന്നും ഇവരെ കിട്ടില്ല. അതിനുള്ള കുറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ മതി. കുറച്ച് മുൻകൂറും ഇടയ്ക്കിടയ്ക്ക് വരും. അത് മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ കുറച്ച് ക്ലിയർ ആവും. 2025 ഇവരുടെ ഫലങ്ങളെ പറ്റി ഗ്രഹങ്ങളുടെ പൊസിഷൻ പറയാം. ഇവ ശനി നിൽക്കുന്നത് കുംഭരാശിയിലാണ്. ശനി മാർച്ച് 29 ആകുമ്പോൾ മീനൻ രാശിയിൽ പോകും. വ്യാഴം ഇപ്പം നിൽക്കുന്നത് ഇടവൻ രാശിയിലാണ്. ഇടവ് അത് മെയ് 15 വ്യാഴം മിഥുനത്തിലേക്ക് മാറും. രാഹു ഇപ്പം നിൽക്കുന്നത് മീനത്തിലാണ്. അത് മെയ് 18 തിരിച്ച് കുംഭത്തിലോട്ട് റിട്ടേൺ വരുന്നുണ്ട്. പിന്നെ ചൊവ്വ കുറച്ചു കാലം കർക്കിടകത്തിൽ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഇൻഡയറക്റ്റായിട്ട് ഇവരെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ 2 ഭാഗം നിൽക്കുന്നത് അവിട്ടം നിൽക്കുന്നത് മകരം ലഗ്നത്തിലാണ്, മകരം രാശിയിലാണ്. ആദ്യം മകരം രാശിയിൽ ജനിച്ചവരുടെ കാര്യങ്ങളെ പറ്റി ആലോചിക്കുക. ഇപ്പോൾ 2-നാണ് 7ാം ശനിയുടെ പൊസിഷനാണ് ഇപ്പോൾ നിൽക്കുന്നത് ശനി. ആ 7ാം ശനി കഴിഞ്ഞ് 7 വർഷമായിട്ട് അനുഭവിക്കുന്ന കാര്യങ്ങൾ മാർച്ച് 29 ആകുമ്പോൾ അതങ്ങ് അവസാനിക്കും. ശനി 3 മാറും.
അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം കൂടുന്ന സമയമാണ്. ഇപ്പം ആശ്വാസമുണ്ട്. കാര്യം വ്യാഴം അനുകൂലമായി നിൽക്കുകയാണ് മേട 15 വരെ, മേടം 5-ലാണ്. അതിൻ്റേതായ ആശ്വാസം, ഒരു ചെറിയ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകുന്നുണ്ട്. അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അവർ ഈ അത്യാർത്ഥിയൊന്നും കാണിക്കാതിരുന്നല്ല, അത്യാർത്ഥി കാണിക്കാതിരുന്നാൽ കുഴപ്പമൊന്നുമില്ല, അങ്ങ് പോയിക്കോളും. അപ്പോൾ ഇപ്പോൾ 2-ൽ നിന്നുള്ള 3-ലേക്ക് ശനി മാറും, അപ്പോൾ കുറച്ചുകൂടെയൊക്കെ അനുകൂലമാകും. അങ്ങനെ പറയുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം മാർച്ച് മെയ് 15 വരെ വളരെ അനുകൂലമായ സമയമാണ്. അത് ഇവർ ശരിക്കും മുതലെടുക്കേണ്ടിയിരിക്കുന്നു. അവർ മുതലാക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. ഇവർക്കിപ്പോൾ ഉള്ള സമയം അത്ര വലിയ മോശമൊന്നുമില്ല. 7 സെൻറ്റ് അവസാനമാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അതങ്ങനെ തന്നെ തുടരും, വരുന്നത് മെയ് 15 വരെ. അതുകൊണ്ട് ആ ഒരു സമയം വരെ കുറച്ച് കാര്യങ്ങൾ ഒക്കെ ആയിരിക്കും. മെയ് 15 കഴിഞ്ഞാൽ കുറച്ച് ശനി 6-ലോ വ്യാഴം 6-ലോട്ട് പോകും. ശനി എപ്പോഴേക്കും 3-ലെത്തുന്നുണ്ട്. ഒരു ആവറേജ് ഒരു സ്റ്റെബിലിറ്റിയോടെ മെയിൻറ്റെയിൻ ചെയ്യും. ഒരുപാട് അതിനെപ്പറ്റി പേടിക്കേണ്ടയോ ആശങ്കപ്പെടേണ്ട ആവശ്യമൊന്നും ഇതിനകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ 2025 ഒരു ആവറേജ് ഫലം ഇവർക്ക് അങ്ങറ്റം ഇങ്ങറ്റം കിട്ടിക്കൊണ്ടേയിരിക്കും. വലിയൊരു ഉപദ്രവം ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പറയാം. എങ്കിലും കുറച്ച് ഗുണം ആ മെയ് 15 വരെ ഗുണങ്ങൾ കൂടിയിരിക്കും. ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ കിട്ടാനുള്ള ആൾക്കാരാണ് ഞാൻ പറയുന്നത്. ആ എല്ലാ ആൾക്കാർക്കും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്രൊഫഷണൽ മലയാളം നേടിയെടുക്കാനുള്ള ഏറ്റവും നല്ല പീരീഡാണ് മെയ് 15 വരെ. ആ പറഞ്ഞതിനകത്ത് കാര്യങ്ങൾ നേടിയെടുക്കണം. വിട്ടുപോയാലും കുഴപ്പമൊന്നുമില്ല, അത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ആരെയൊക്കെ ബാധിക്കും നോക്കാം. പ്രൊഫഷണലായിട്ടാണെങ്കിൽ മൈനിൽ വർക്ക് ചെയ്യുന്നവർ, ഇൻഷുറൻസ്, എസ്റ്റേറ്റ് വർക്ക് ചെയ്യുന്നവർ, ഫിലോസഫേഴ്സ്, ഹോമിയോപ്പതി, ആയുർവേദ ഡോക്ടേഴ്സ്, അതുമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ജയില്, സർജൻസ്, ആംബ്യൂട്ടേഷൻ, കാലിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ആംബ്യൂട്ടേഷൻ വിൽക്കുന്ന എന്ന് വെച്ചാൽ കൃത്രിമ കാല് വിൽക്കുന്നവരും അതിന് ഡോക്ടേഴ്സും ഓർത്തോപീഡിയാട്രിക്സ് എല്ലാം വരും. ലേബർ ഡിപ്പാർട്ട്മെൻറ്റും ലേബറുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ, CIT, INTC തുടങ്ങിയ യൂണിയൻ വർക്ക് ചെയ്യുന്നവർക്കും അനുകൂലമാണ്. വെൽഫെയർ, ഹ്യൂമാനിറ്റേറിയൻ ആ ഡിപ്പാർട്ട്മെൻറ്റ്, റിഹാബിലിറ്റേഷൻ, പുനരധിവാസം, നമ്മളിപ്പോൾ വയനാട് നടന്ന പോലത്തെ കാര്യങ്ങൾ, അതൊക്കെ ശനിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കൃഷി, പിന്നെ മറ്റെല്ലാ ഫീൽഡും ഇതിനകത്ത് വരും. അപ്പോൾ വലിയ പ്ലാനിങ് ആൾക്കാർ ഒക്കെല്ലാം ഇത് അനുകൂലമായ സമയമാണ് മെയ് 15 വരെ. അത് കഴിഞ്ഞാൽ അനുകൂല അവസ്ഥ തുടരുമെന്നാണ് ഞാൻ പറയുന്നത്. അത്രയും ഒരു ബ്രൈറ്റ്നസ് ഉണ്ടാവില്ല. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് പ്ലാൻ ചെയ്ത കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ പറ്റും. അതുപോലെ സ്ത്രീകൾക്കൊക്കെ വളരെ അനുകൂലമാണ്. അവരുടെ പ്ലാനുകളും ഐഡിയാസ് എല്ലാം നടക്കും, ഏത് ലെവൽ ആഗ്രഹിച്ചാൽ നടക്കും. പിന്നെന്താണ് 7-ൽ കുറച്ച് കാലം അങ്ങോട്ട് തിരിച്ചും മറിച്ചുമൊക്കെ ചൊവ്വ വന്നിക്കുന്നുണ്ട്. അപ്പോൾ വിവാഹിതരായുള്ള ഭർത്താക്കന്മാർക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ഭർത്താവുമായിട്ട് പിണങ്ങാനോ ഭാര്യയായിട്ടോ പങ്കാളികളോ പിണങ്ങേണ്ട അവസ്ഥയൊക്കെ വരും. അപ്പോൾ എന്താണ്, രണ്ടുപേരും ഈ രീതിയിലുള്ള ആൾക്കാർ സംസാരിക്കുക, മറ്റുള്ളവരോട് പങ്കാളികളോടോ പാർട്ട്നേഴ്സിനോടോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനോടോ സംസാരിക്കുന്നത് കുറച്ച് ശ്രദ്ധിക്കണം. കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വളരെ സൂക്ഷിച്ച് സംസാരിക്കുക, സൂക്ഷിച്ച് പ്രവർത്തിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചെവ്വയുടെ കാരണം കൊണ്ട് നിങ്ങൾക്ക് ചെറിയ പരാജയങ്ങൾ അല്ലെങ്കിൽ ചെറിയ തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലാതെ കുട്ടികൾക്കും എല്ലാവർക്കും നല്ല സമയം തന്നെ, മുതിർന്നവർക്കും നല്ല സമയം തന്നെ, വലിയ കുഴപ്പമൊന്നുമില്ല. കുറച്ച് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. 2025 ഞാൻ പറയുന്നത് ഒരു ആവറേജ് വർഷമായിരിക്കുന്നത്. ഒരുപാട് രാജ്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളൊന്നുമല്ല. ഇതിൽ ഏറ്റവും നല്ല മാസം എന്ന് പറയുന്നത് ശനിയുടെ 3-ലേക്കുള്ള ശനിയുടെ വരെ വളരെ നല്ലതാണ്. അപ്പോൾ വ്യാഴം മാറിപ്പോയാലും പേടിക്കണ്ട എന്നുള്ളതാണ്. അതുകൊണ്ട് അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് കുംഭൻ രാശിയിൽ അവിട്ടത്തിൻ്റെ അവസാനത്തെ 2 ഭാഗം നിൽക്കുന്ന കുംഭൻ രാശിയിലാണ്. അവരെ പറ്റിയാണ്. അവരെപ്പറ്റി പറയുമ്പോൾ ഇപ്പോൾ പിന്നെ ജന്മത്തിൽ നിൽക്കുന്ന ശനി 2-ലോട്ട് 7-2 ശനിയുടെ അവസാന ഭാഗത്തിലോട്ട് മെയ് 23 കിടക്കും. അപ്പോൾ ശനി ഇവിടെ വന്നാലും അപ്പുറത്തോട്ട് പോയാലും ഈ കുംഭൻ രാശിയിലുള്ള ഇടവമ്പി അത് ഇവർക്ക് വലിയ ഗുണങ്ങളോ ദോഷങ്ങളോ ഒന്നും അവരിപ്പോൾ അനുഭവിക്കുന്നതിൻ്റെ ഫേസ് തന്നെ മതി. അവർക്കിപ്പം വലിയൊരു അനുകൂലമായ സമയമെന്ന് പറയാം. ആ 2-ലാണ് നിൽക്കുന്നത്, ജന്മത്തിലാണ് ശനി നിൽക്കുന്നത്. അതിപ്പോൾ 2-ലോട്ട് 29 മാറി. അവർക്ക് ആ 29 എന്നുള്ള ഡേറ്റിന് ഒരു പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അവർക്ക് മെയ് 15 വ്യാഴം മാറുന്നത് 5-ാം ഭാവത്തിലോട്ട് മാറുകയാണ്. അത് പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ ശനിയെ കൊണ്ട് പ്രാധാന്യമില്ല, വ്യാഴത്തെ കൊണ്ട് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ അവർ തൽക്കാലം ഇങ്ങനെ പോവുക, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് റിസ്ക് ഒന്നും എടുക്കാതെ മര്യാദയ്ക്ക് പോവുക. മെയ് 15 കഴിയുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി മാറി വരും. എല്ലാം ഒരു രാജയോഗം തന്നെയായിരിക്കും നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. മെയ് 15 തൊട്ട് വർഷം അവസാനം മുതൽ വളരെ അനുകൂലമായ സമയമാണ്. ഞാൻ നേരത്തെ മകരരാശിക്കാരുടെ ചൊവ്വ 7 വരുന്നത്, ചൊവ്വ 6-ലാണ് നിങ്ങൾക്ക് വരുന്നത്. 6 വരുമ്പോൾ ധൈര്യം കൂടും. അതുകൊണ്ട്
ഈ രാശിക്കാർ കുംഭത്തിൽ പിന്നെ അവിട്ട നക്ഷത്രക്കാർ ചെയ്യേണ്ടത് അവർ കാത്തിരിക്കുക, മെയ് 15 അടിച്ചങ്ങ് മുന്നേറുക. നിങ്ങളുടെ സകല പ്ലാനുകളും ഐഡിയാസൊക്കെ നടക്കും. റിസ്ക് എടുക്കാനൊക്കെ പറ്റിയ മാസമാണ്. ശനിയെ നോക്കണ്ട, ശനി ഒരുപാട് ഉപദ്രവിക്കില്ല, നിങ്ങളുടെ രാശിനാഥനാണ്. അപ്പോൾ നിങ്ങൾക്ക് അടിച്ച് പൊളിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഒരു രാജയോഗമാണ് വരാൻ പോകുന്നത് മെയ് 15 തൊട്ട്. അതുകൊണ്ട് നിങ്ങളത് ശരിക്കും ഉപയോഗിക്കുക. കൂടുതൽ പ്രയോജനം ചെയ്യുക, എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന കൂടുതൽ പ്രയോജനം ചെയ്യുന്നവരുടെ കുറച്ച് പറയാം. കൃഷിക്കാർ, ടീ എസ്റ്റേറ്റ്, കോള്, കൽക്കരിയായിട്ട് ബന്ധപ്പെട്ട് സ്റ്റീൽ പ്ലാന്റുകൾ, ഇൻഡസ്ട്രിയലിസ്റ്റുകൾ, മാനുഫാക്ചറിങ് ആൾക്കാർ, റേഷനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, വേസ്റ്റ് ലാൻഡ്സ്, പിന്നെ നമ്മുടെ മിനി റിയൽ എസ്റ്റേറ്റ് ആൾക്കാർ, ലെതറുമായിട്ട് ബന്ധപ്പെട്ടവർ, സ്ലാട്ടർ ഹൗസ് അല്ലെങ്കിൽ ഇറച്ചി വെട്ടുകാർ, ഇറച്ചിയായിട്ട് ബന്ധപ്പെട്ട് മീറ്റുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക്, പോലീസ്, മിലിറ്ററി, എയർഫോഴ്സ്, എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ്, ട്രഡീഷണൽ ബിസിനസ്, പാരമ്പര്യ ബിസിനസ്സുകൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ല സമയമാണ്. ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ എക്സ്കവേഷൻസ്, ഖനനം തുടങ്ങിയ കാര്യങ്ങൾ, ചാനൽ ബേസ്, ചാനലുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ, പിന്നെ സംസാരം കൊണ്ട് ജീവിക്കുന്ന കസ്റ്റമർ റിലേഷൻ മാനേജേഴ്സ് അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ്സ്, അവർക്കെല്ലാം വളരെ അനുകൂലമായ സമയമാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ ഇരിക്കുക, മെയ് 15 ഇപ്പോൾ പ്ലാനെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ആ സമയമാകുമ്പോഴേക്കും നിങ്ങൾ മുമ്പോട്ട് ചാടുക. സ്ത്രീകൾക്കെല്ലാം ഞാൻ ഈ പറഞ്ഞെല്ലാം ബാധകമാണ്. തൽക്കാലം ഇരിക്കുക. കുട്ടികൾക്കാണെങ്കിൽ ഇപ്പം നല്ല പഠിക്കാനൊക്കെ നല്ല സ്ട്രെസ്സായിരിക്കും. സ്ട്രെസ്സൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്യണം. ആ സ്ട്രെസ് എന്തായാലും വരും. സ്ട്രെസ് കൊണ്ടുള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് റിസൾട്ടുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ എക്സാം റിസൾട്ട് വരുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും. അതുകൊണ്ടുള്ള സ്ട്രെസ് നിങ്ങൾ ശരിക്കും എടുക്കണം. നിങ്ങളൊക്കെ എൻജോയ് ചെയ്ത് അതിൻ്റെ മുമ്പോട്ട് പോകണം. തീർച്ചയായിട്ടും നിങ്ങളുടെ ഗുണങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. മുതിർന്നവർക്കും അതുപോലെ കുംഭൻ രാശിക്കാരുടെ അനുകൂലമായ വർഷമായിരിക്കും 2025 എന്നുള്ളതിന് യാതൊരു സംശയമില്ല. വളരെ സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് പോകാം എന്നാണ് പറയാം. ഇനി ഞാൻ കുറച്ച് മുഹൂർത്തങ്ങൾ പറയാം. അടുത്ത വർഷം നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ, പ്രൊഫഷണലായിട്ടുള്ള കാര്യങ്ങൾ, സർക്കാർ സംബന്ധമായ കാര്യങ്ങൾ, കാറോ തുടങ്ങിയ വാഹനങ്ങൾ മേടിക്കാനോ കോൺട്രാക്റ്റുകൾ ചെയ്യാനൊക്കെ പറ്റിയ മാസങ്ങൾ പറയാം. അത് രവിയുടെ സണ്ണിൻ്റെ മൂവ്മെൻറ്റ് വെച്ചാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാം, ഒന്നാമത്തേതിൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മകരൻ രാശി ജനിച്ച ആട്ടക്കാർക്ക് മീനമാസം വളരെ അനുകൂലമാണ്. മാർച്ച് 15 തൊട്ട് ഏപ്രിൽ 15 വരെയുള്ള ആ മീനമാസം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അനുകൂലമാണ്. പിന്നെയുള്ള മിഥുനമാണ്. മിഥുനം എന്ന് പറയുമ്പോൾ ജൂലൈ മിഥുന മാസം വളരെ അനുകൂലമാണ്. പിന്നെയുള്ള തുലാം മാസവും വൃശ്ചിക മാസവും 2 മാസം, തുലാവും വൃശ്ചികവും 2 മാസവും വളരെ അനുകൂലമാണ്. ഈ സമയത്ത് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൂവ് ചെയ്യുക. ഇനി ഞാൻ പറയുന്നത് ഈ രണ്ടാം ഭാഗത്ത് ജനിച്ച ആൾക്കാരാരാ? ഈ അവിട്ടത്തിൻ്റെ കുംഭൻ രാശി ജനിച്ചവർക്കാണെങ്കിൽ മേടമാസം, കർക്കിടക മാസം, പിന്നെ ഉള്ളത് വൃശ്ചികവും ധനുവും, ഈ 4 മാസം വളരെ അനുകൂലമാണ്. ഇനി നമ്മുടെ ജം സജഷനാണ്. രത്നക്കല്ലുകൾ ഏതെല്ലാം രത്നക്കല്ലുകളാണ് ധരിക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഈ രത്നക്കല്ലൊക്കെ രാശി വെച്ച് പറയുന്ന അത്ര കറക്റ്റാണെങ്കിൽ ഞാൻ ഗസ് ചെയ്ത് പറയുന്നതാണ്. ഞങ്ങൾ നക്ഷത്രം ലഗ്നം വെച്ച് ജനിച്ച സമയം വെച്ചിട്ട് ജ്യോതിഷിയുടെ സഹായത്തോടെ എടുക്കുന്നതാണ് നല്ലത്. എങ്കിലും ഞാൻ പറയാം, 2 രാശിക്കാർക്കും ഏറ്റവും അനുകൂലമായ സ്റ്റോൺ എന്ന് പറയുന്നത് ഇന്ദ്രനീലമാണ്. രാശി നിൽക്കുന്ന ശനിയുടെ നാഥൻ ആ ഇന്ദ്രനീലം. കൂട്ടത്തിൽ വജ്രവും ധരിക്കാം, അല്ലെങ്കിൽ വജ്രത്തിൻ്റെ സമീപക്ഷസായ വെള്ളപുഷ്യരം ധരിക്കാം, സിർക്കോൺ ധരിക്കാം. പിന്നീടുള്ള എന്താണ് എമറാൾഡ്, മരതകം, അല്ലാതെ പെരിഡോട്ട്, ഇതൊക്കെ ധരിക്കാവുന്ന കല്ലുകളാണ്. ഇതൊക്കെ ധരിക്കാവുന്നതാണ്. ഇനി നമ്മൾ ലാൽക്കിതാബ് പരിഹാരങ്ങളാണ്. നമുക്കറിയാം, നോർത്ത് ഇന്ത്യയിലൊക്കെ ഫേമസ് ആയ ഒരു പരിഹാര രീതിയാണ് ലാൽക്കിതാബ്. ഞാനൊക്കെ മുമ്പ് ഒരുപാട് വീഡിയോസിലൊക്കെ ലാൽക്കിതാബിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനെപ്പറ്റി വിശദമായ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നില്ല. അയാൾക്ക് വളരെ രസകരമായ പരിഹാരങ്ങളാണ് അവർ പറയുന്നത്. ആ പരിഹാരങ്ങളെ പറ്റിയാണ് പറയുന്നത്. അവർ ഒരു കാര്യം പറയുന്നത് ചൊവ്വാഴ്ച ഉപവസിക്കുക എന്നാണ് പറയുന്നത്. ചൊവ്വാഴ്ച ദിവസം ഉപവസിക്കുക. ഹനുമാന് സിന്ദൂരം കൊടുക്കുക അന്നത്തെ ദിവസം. ഹനുമാൻ സിന്ദൂരം, ഹനുമാൻ ക്ഷേത്രത്തിൽ പോയി സിന്ദൂരം സമർപ്പിക്കുക, ചുവന്ന സിന്ദൂരം. രാത്രി കിടക്കുമ്പോൾ നമ്മൾ കട്ടിലിൻ്റെ താഴെ, ശിരസിൻ്റെ താഴെ ഒരു പാത്രത്തിൽ നല്ല ശുദ്ധജലം സൂക്ഷിക്കുക. രാവിലെ അതെടുത്തിട്ട് ഉള്ളിലുള്ള പൂച്ചെടിയിലോ അല്ലെങ്കിൽ മരത്തിൻ്റെ മുകളിലോ ഒഴിക്കുക. ബ്രെഡ്, പായസം തുടങ്ങിയവ, മധുരമുള്ള സംഗതികൾ, കേക്ക്, പായസമൊക്കെ നായ്ക്കൾക്ക് കൊടുക്കാനാണ് പറയുന്നത്. പിന്നീട് പറയുന്നത് ചൊവ്വാഴ്ച തോറും
ഉപവസിക്കുക. ചൊവ്വാഴ്ച തോറും അല്ല, മാസത്തിൽ ഒരു ചൊവ്വാഴ്ചയെങ്കിലും ഉപവസിക്കുന്നത് നല്ലതായിരിക്കും. ചൊവ്വാഴ്ചയും അവിട്ട നക്ഷത്രം ഒത്തുവരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടു കൂടി വ്രതം നോക്കുകയും പിന്നെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലോ ഭഗവതി ക്ഷേത്രത്തിലോ പോയിട്ട് അവിടെ പോയി തൊഴുകയൊക്കെ ചെയ്യുന്നത് വളരെ അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ്. അപ്പോൾ 2026 എന്ന് പറയുന്നത് ഒരുപാട് തരത്തിലും അവിടുത്തെ നക്ഷത്രത്തിൽ അത്ര മോശമായ വർഷമല്ല. പ്ലാൻ ചെയ്ത് ഉപയോഗിച്ചാൽ മതി. എല്ലാവർക്കും നന്മകൾ വരട്ടെ പ്രാർത്ഥിച്ചു നടത്തുന്നു. നന്ദി, നമസ്കാരം.